ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂണാണ്, അതായത് മഷ്റൂം മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളിവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കൂണാണ്. അപ്പം ഇതാ ഒരു പ്ലേറ്റിനകത്ത് നിറച്ച കൂണുണ്ട്. ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഈ പുറത്തെ തൊലി ഇതുപോലെ നമുക്ക് പൊളിഞ്ഞു പോരും. ചിലരിങ്ങനെ ഇതിൻ്റെ തൊലി പൊളിക്കാണ്ട് തന്നെ കറി വയ്ക്കും. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ വഴുവഴുപ്പുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് കളയലാണ് പതിവ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മഷ്റൂം മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണേ. അങ്ങനെ ഓരോന്നിൻ്റെ നമുക്കിങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം അതിൻ്റെ താഴെഭാഗം അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഇതിങ്ങനെ നല്ല വൃത്തിയായിട്ട് പൊളിഞ്ഞു പോരും. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അരിയുന്ന ഒരു 4 നമുക്കിത് അരിയാം. അതായത് നേരെ കട്ട് ചെയ്യുക, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യുക. അങ്ങനെ ഒരെണ്ണം തന്നെ നമുക്കൊരു 4 പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയ അതായത് ഒരുപാട് ചോപ്പ് ചെയ്തിട്ടില്ല, ഇതുപോലെ ഉള്ളൊരു പീസായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കി തുടങ്ങുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തിടാം. അങ്ങനെ പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കരിവേപ്പില ഇടാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇപ്പം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി, അതായത് ഗാർലിക് പേസ്റ്റ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതേ കൂട്ട് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഈ പച്ചമണം എല്ലാം ഒന്ന് മാറണം. ഈ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആകണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ നമുക്ക് ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, സവാളയൊക്കെ. അപ്പം നമുക്കിതിലേക്ക് ഇനി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പം തീ വളരെ കുറച്ച് സിമ്മിലിടുക. എന്നിട്ട് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സ്പൂണിൽ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണും അതിൻ്റെ കൂടെ ഇത്തിരി കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഗരം മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് വളരെ കുറച്ച് മാത്രം മതി. എനിക്കെല്ലാം കൈക്കണക്കാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, നമ്മളിത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മൊത്തം മാറുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ നിറക്കി കൊടുക്കാം. തക്കാളി വെന്തൊടയൊന്നും വേണ്ട കേട്ടോ, ഒരു 3/4 വേവ് വെട്ടിയാൽ മതി തക്കാളി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലൊരു മഷ്റൂം മസാലയാണിത്. നല്ല ടേസ്റ്റാണ്. ഞാനിത് കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കും ടിജോയ്ക്കും ഒക്കെ ഈ മഷ്റൂം മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നേ. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഏകദേശം ഈ ഒരു പരുവത്തിൽ തക്കാളി ആയി കിട്ടിയാൽ മതി, ഒരുപാട് വെന്തുടഞ്ഞു പോകണ്ട. ഇതിലേക്ക് നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതിന് കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, കാരണം മുമ്പേ നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തുള്ളായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ മഷ്റൂമിന് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മളിത് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കാരണം ഞാൻ ഒട്ടും വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ നല്ലപോലെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ചുമ്മാ അടച്ച് വെച്ചിട്ട് പോകരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. അപ്പം അതിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങി ആ ആവിയിലിരുന്ന് വേകും. ഇത് നിങ്ങൾ നോക്കി, ഇതിനകത്ത് നമ്മൾ തുള്ളി പോലും വെള്ളം യൂസ് ചെയ്തതല്ല. ഇത് കൂണിനകത്തുനിന്ന് ഇറങ്ങിയ, അതായത് മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. സോ നമുക്ക് ഒട്ടും വെള്ളം ഇതിന് ചേർത്ത് കൊടുക്കണ്ട. വെള്ളം ചേർത്ത് കൊടുത്താൽ ഇത് വെള്ളം കൂടിപ്പോവും. ഇനി ഇത് ഇവിടെ നിന്ന് ഇതിപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിടാം. അതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കിയതാണ്. ഒരു 15 മിനിറ്റ്സ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ വേണമെങ്കിൽ വെള്ളം വറ്റിച്ചെടുക്കാം. വലിയ എരിവൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ എടുത്തിരുക. അപ്പോൾ if you like the video, please like, share, comment and subscribe. See you with another video. Bye bye.